കോഴിക്കോട്ടൊക്കെ വരുമ്പോൾ ഇവിടുത്തെ പച്ചക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ബീൻസിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുനുകുനി അരിഞ്ഞ ബീൻസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കും. പക്ഷേ ഇവിടുത്തെ ബീൻസ് നല്ല പിഞ്ച് ബീൻസാണ് കേട്ടോ. ചിലയിടത്തൊക്കെ നല്ല ഒരുപാട് മൂത്ത ബീൻസാണ് കിട്ടുന്നത്. ഇത് നല്ല പിഞ്ച് ബീൻസായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്കൊരു പാകത്തിലുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇനി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒത്തിരി വെന്ത് പോവും. ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിരുന്ന് വേവിക്കണം. അപ്പം ബീൻസൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി തേങ്ങയും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. കാരണം തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണ്, ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ. കാരണം കിട്ടാനും ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വിലയാണല്ലോ. അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചിക്കി തോർത്തി എടുത്ത് കേട്ടോ. ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചും വയ്ക്കാം. അപ്പം നല്ലൊരു ബീൻസ് തോരൻ തയ്യാറായി.